കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 നാൾ മാത്രം. അവസാന ഘട്ടത്തിലും വികസന നേട്ടത്തിലൂന്നി പ്രചരണം ശക്തമാക്കുകയാണ് LDF. വയനാടിനായി കോൺഗ്രസ് പിരിച്ച പണത്തെ ചൊല്ലിയുള്ള വിവാദം ചർച്ചയാക്കാനും ഇടതിന്റെ നീക്കം തുടരുന്നു. അതേസമയം കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കൊട്ടാരക്കരയിലെത്തും. വൈകിട്ട് 4 മണിക്കാണ് ഖാർഗെ പങ്കെടുക്കുന്ന പൊതുയോഗം നടക്കുക. വയനാട് ഫണ്ട് വിവാദം. പോലീസിൽ പരാതി നൽകി ദീപ്തി മേരി വർഗീസ്. ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മാണ ഫണ്ട് വിവാദത്തിൽ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. ഫണ്ട് വിവാദത്തിൽ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പാർട്ടിക്കെതിരെ ഉയർത്തുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നാണ് പരാതി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് പരാതി നൽകിയത്. ഒരു വിഭാഗം സൈബർ പ്രൊഫൈലുകൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് പരാതിയിൽ ആരോപിക്കുന്നു. അഞ്ജലി നായർ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ബാലറ്റ് പേപ്പറിലെ പേര് മാറ്റാൻ ഭരണാധികാരി വിസമ്മതിച്ചതിനെതിരെ തൃപ്പൂണിത്തറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. നാളെ ഹർജി നൽകും. അഞ്ജലി PV എന്ന് പേര് മാറ്റി അഞ്ജലി നായർ എന്നാക്കണമെന്നാണ് ആവശ്യം. പോസ്റ്റ്ലോട്ടും ഹോം വോട്ടും പ്രിന്റ് ചെയ്തതിനു ശേഷമാണ് പരാതി നൽകിയത്. അതിനാൽ മാറ്റാൻ കഴിയില്ല എന്ന് ഇന്നലെ ഭരണാധികാരി അറിയിച്ചിരുന്നു. ശബരിമലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു ക്ഷേത്രങ്ങളിലും സ്വർണ്ണക്കവർച്ച നടന്നു. തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്രം, കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പുള്ളുദേവി ക്ഷേത്രം, തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് സ്വർണം കാണാതായത്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ തൃശൂർ ഗ്രൂപ്പായ പഴുവം ദേവസ്വത്തിന് കീഴിലുള്ള പുള്ളുദേവി ക്ഷേത്രത്തിൽ 40 ഗ്രാം 500 മില്ലിഗ്രാം തൂക്കം വരുന്ന 7 സ്വർണ്ണമാലകളാണ് നഷ്ടമായത്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണ്ണമകുടത്തിൽ നിന്ന് 663 മില്ലിഗ്രാം, ശ്രീവരാഹം ക്ഷേത്രത്തിലെ പൈതൃക മൂല്യമുള്ള 7.750 ഗ്രാം തൂക്കമുള്ള 2 മാലകൾ എന്നിവയും നഷ്ടമായി. യുവനടിയുടെ പരാതി വ്യാജമെന്ന് ആവർത്തിച്ച രഞ്ജിത്ത്. സംഭവ ദിവസം സെറ്റിലുണ്ടായിരുന്ന കൂടുതൽ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കാരവന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തെങ്കിലും അതിക്രമത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. രഞ്ജിത്തുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തും. ലൈംഗിക അതിക്രമം നടന്ന കാരവനിൽ എത്തിച്ചും തെളിവെടുക്കും. ചങ്ങനാശ്ശേരിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പിടിച്ചെടുത്ത 2 കാരവനുകൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിച്ചിരുന്നു. രഞ്ജിത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലും തുടരുകയാണ്.